ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബിയർ തന്നെയാണ്. ഇന്നിൽ നമ്മൾ 10 കിൽ ചലഞ്ച് ആണ് വന്നേക്കണം. പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് 3യും കാര്യങ്ങളൊക്കെ ആവുമെന്നും കൂടിയാണ് നോക്കണേ. ഈ കളിയിൽ നമ്മൾ എന്തായാലും 10 കിൽ എടുക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ഗെയിം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് ഏറിയാണ് മാപ്പ്. നമുക്ക് ആ ബോക്സിങ് അവിടേക്ക് പോവാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ചെറിയ വീട്ടില്ലേ അതിൻ്റെ അടുത്തേക്ക് പോവാം ഗൈസ്. ഇനിമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. 10 കില്ലെടുക്കണം, അതാണ് നമ്മുടെ ചാലഞ്ച്. ഒരു പ്രാവശ്യം ചാലഞ്ച് ചെയ്ത് ഫെയിൽ ആയതാണ്. ഇതിൽ ചാലഞ്ച് ശരിയാവരുതെന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും അതാണ്. പിന്നെ ഗോൾഡ് 3 ആവണം. ഗോൾഡ് 3 ഇപ്പം തന്നെ ആവും, അത് വേറെ കാര്യം. നമുക്കൊന്നും ഗോൾഡ് 3 ആവണം. ഞാൻ ഈ ബ്ലാക്ക് ഈ റൂഫുള്ള ഈ വീട്ടിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ ഭയങ്കര ലാഗൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് ത്രോഗണൊക്കെ കിട്ടി. അതിൻ്റെ ആമൊക്കെ എടുത്ത് നോക്കുമ്പോൾ വെക്ടറുണ്ടായിരുന്നു. ഒരുത്തൻ നടക്കണ ശബ്ദം ഞാൻ കേട്ട്. നോക്കുമ്പോൾ അതേ ഒരു ബോട്ട്. ഞാൻ ത്രോഗം വെച്ചടിക്കാന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ എയിമില്ല, ഭയങ്കര ലാഗായിരുന്നു. നോക്കുമ്പോൾ ഒരു കണ്ണുണ്ടായിരുന്നു. നോക്കുമ്പോഴത്തേ വേറെ ഉണ്ടോ, ഒരു എയിമോ വലി കിട്ടി. നോക്കുമ്പോൾ 2 റോഡ് പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഒരു അണ്ണെ കൊന്നത്. പിന്നെ ഇത് ഈ പെണ്ണ് പോയപ്പോൾ ഈ പെണ്ണെ കൊന്നപ്പോൾ അതേ താഴെ ഇനിമ ഇറങ്ങി. ഞാൻ അപ്പോഴേക്കും കസിയിട്ട് അവനെ ആ ഒരു വേറൊരു ബോട്ടായിരുന്നു വെക്ടറും വെച്ച് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ പിന്നെ അവിടേക്ക് തന്നെ വെക്ടറും വെച്ച് തന്നെ ഹെഡങ്ങ് അടിച്ച് കൊന്നിട്ടുണ്ട്. നമ്മുടെ കില്ലും കാര്യങ്ങളൊക്കെ 3 ആയിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ VSS ഉണ്ടായിരുന്നു. ഞാൻ ആ VSS അങ്ങ് എടുത്ത് പിന്നെ ത്രോഗിനാണെങ്കിൽ ആമോ ഇല്ല. ഇതിങ്ങനെ ആമോ കിട്ടുകയാണെങ്കിൽ ത്രോഗ് മാസമാണ്. ആമോ എവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഗണ്ണ് കിട്ടുമോ നോക്കിയായിരുന്നു. അവിടെ നിന്ന് ഒരു ഗണ്ണൊന്നും കിട്ടില്ല. നോക്കുമ്പോൾ മുമ്പിൽ നിന്ന് ഏതൊരു ഇനിമി എവിടെയോ അടിക്കണ്ടേ, എന്താണെന്ന് എനിക്ക് സംശയമില്ലായിരുന്നു. ഞാൻ ഇപ്പം തന്നെ AK അങ്ങ് എടുത്ത് AKയും VSS കൊണ്ട് മേളിലേക്ക് അങ്ങ് പോയി. പിന്നെ ഈ മഞ്ഞ വീട്ടിൽ ലൂട്ടെടുക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഏതൊരു ഇനിമി കുറച്ച് ദൂരെ അടിക്കുന്നുണ്ട്. വലിയ ഡ്രോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പിന്നെ നോക്കുമ്പോൾ ഒരു പൊട്ടാസ് ഉണ്ടായിരുന്നു. ഞാൻ ആ പൊട്ടാസ് അങ്ങ് എടുത്ത്. ഈ പൊട്ടാസ് പണ്ട് നല്ല കളിക്കാറിയായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ കളിക്കാറില്ലെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ എനിമി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കുമ്പോൾ ഒരു എനിമി ഉണ്ട്, ഒരു ഓർഡർ. ഞാൻ അവിടെ കുത്തിപ്പിടിച്ചങ്ങ് കൊന്നിട്ടുണ്ട്. വേറൊരു എനിമി കൂടെ ഉണ്ട്, അത് നോക്കി കാണണം. ഈ പെണ്ണിങ്ങനെ ഓർഡിനറി വേറെ എനിമി വേണ്ടേ വിചാരിച്ചു. പക്ഷെ ആരെ കാണണമെന്നില്ല. ഞാൻ ഒപ്പിക്കുന്നത് ഇവിടേക്ക് അതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. എനിമീനെ തപ്പലാണ്. ഏത് എനിമീനെ പോയിട്ട് കണ്ടില്ല. ഓരോ ലൂട്ട് ബോക്സിൽ പോയിട്ട് ലൂട്ട് എടുക്കുകയാണ്. കാരണം പൊട്ടാസും കൊണ്ട് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞ് ഞാൻ പിന്നെ ഇതിലൊക്കെ ചെയ്യാനൊക്കെ വിചാരിച്ചു. നോക്കുമ്പോൾ 4 കില്ലുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു വെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ വെസ്റ്റ് എടുക്കാന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓൾറെഡി ആ വെസ്റ്റ് ഉണ്ട്. അല്ലല്ല, ഞാൻ ഇവിടെ നിന്ന് എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് കേസ്. ഞാൻ എന്നിട്ട് നേരെ പോകുമ്പോൾ ഒരു എനിമീനെയും കാണില്ല. ഞാൻ അതിൻ്റെ താഴെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചിലപ്പോൾ എനിമി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാൻ ഓട്ടോ ഒന്നും എടുത്തില്ല. ഞാൻ നേരെ ഇവിടേക്ക് അങ്ങ് വിട്ട് നോക്കുമ്പോൾ ഒരു ഡ്രോൺ ഉണ്ട്. ഈ ഡ്രോൺ ഇഷ്ടമല്ല. ഞാൻ അപ്പം തന്നെ കൂട്ടിട്ട് വേറെ എവിടേക്കാണ് ഇങ്ങനെ പോണത്. നോക്കിയപ്പോഴേക്ക് റീലോഡ് ചെയ്യാൻ സമയമായി. ഞാൻ റീലോഡ് ചെയ്തിട്ട് അതിനെ പിന്നെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും റിയൽ പ്ലെയർ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ കൊല്ലം കൂട്ടാസായതുകൊണ്ട് ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ട്. ഞാൻ അപ്പം തന്നെ നേരെ ഇവിടേക്ക് അങ്ങ് പോയി ഫിഷിങ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിഷിങ്ങിൽ അത്യാവശ്യം നല്ല ഗൺസൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിഷ് കിട്ടി, അതിന് കിട്ടിയത് SVD ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ VSS മാറ്റി SVD ആക്കി. ഞാൻ പിന്നെ ഈ പൊട്ടാസ് മാറ്റി വേറെ ഇതിലുണ്ടോയെന്ന് നോക്കി ഞാൻ പിന്നെ ഫിഷിങ് ചെയ്ത് നോക്കി. കിട്ടിയത് ഈ ഗുരുവാൾ പൊട്ടിയ ആ തീൻ്റെ തന്നെ, അതാണ് ഞാൻ യൂസ് മാറ്റി അതെടുത്ത്. ഇത് നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഏതൊരു പെണ്ണടിക്കും. ഗുരുവാളം ഇട്ട് SVD കൊണ്ട് ഒരു 1 ടവർ കൊടുത്തു. റീലോഡും ചെയ്ത് പിന്നെ ഫിഷിങ് തുടങ്ങി. ഈ ഫിഷ് നല്ലൊരു കണ്ണ് കിട്ടണമെങ്കിൽ ഞാൻ കിട്ടിയത് വെടിക്കിറ്റാണ്. വെടിക്കിറ്റിന് ഞാൻ എടുത്തപ്പോൾ വേറൊരു എനിമി അവിടെ ഉണ്ടായിരുന്നു. എന്നെങ്ങനെയാണെന്ന് നോക്കുമ്പോൾ എയർ ഡ്രോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ആ എയർ ഡ്രോപ്പും കൂടി എടുക്കുക. അതിൽ നിന്ന് കിട്ടുന്ന കണ്ണ് നോക്കുമ്പോൾ എനിമി
ഇപ്പം 6 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും അവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ടൊക്കെ എടുത്ത് പിന്നെ അവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് കൂടി എടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇന്നത്തെ എയർ ഡ്രോപ്പ് എടുക്കാമല്ലോ വിചാരിച്ചു. അത്യാവശ്യം ജീപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആമോയും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അതെനിക്ക് എയർ ഡ്രോപ്പ് വീഴാൻ സമയത്തുണ്ടായിരുന്നു. എയർ ഡ്രോപ്പ് അങ്ങനെ വീഴത്തുണ്ടായിരുന്നു. നമുക്ക് ഗ്രോസായിരുന്നു എടുക്കണമെന്ന് സംശയമായിരുന്നു. പിന്നെ എടുത്തില്ല. ഗ്രോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. ചിലപ്പോൾ തോറ്റാലോ എന്ന് വിചാരിച്ച്. പിന്നെ എനിമിനെ സെർച്ചിങ് ആണ്. ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിന്ന് എനിമി ഇല്ല. സോണും ചെറുതാണ്. നോക്കുമ്പോൾ ഇവിടെ എക്സ്ട്രാ ലൈഫ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് എടുക്കുക. ഇത് നല്ലതാണ്. അപ്പം 2 പ്രാവശ്യം ഈ സ്പോണാണ്. മുമ്പത്തെ കളിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഒരു കുഴപ്പം കാരണമാണ് ഞാൻ തോന്നുന്നത്. 7 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അതുപോലെ വേറൊരു എനിമി ഇവരൊക്കെ ഏതാണ് ബോട്ട് മാത്രം 8 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മളിത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എക്സ്ട്രാ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരെ പിന്നെ പോവാന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ലൂട്ട് ചെയ്ത് ഇൻഹീലറൊക്കെ കിട്ടി. ടിക്കറ്റും കിട്ടിയിട്ടുണ്ട്. വേറെ ഗണ്ണൊന്നും നിൽക്കുന്നില്ല. ഞാൻ കുറേ ലൂട്ട് ബോക്സൊക്കെ നോക്കി. പക്ഷെ അങ്ങനത്തെ ഒരു ഇതൊന്നും കിട്ടണേ ഇല്ല. ഈ പൊട്ടാസ് മാത്രം അറിയണമായിരുന്നു. ഗൈസ് നോക്കുമ്പോൾ 16 ലൈവും കാര്യങ്ങളും 8 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിലും എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് പേടിയൊക്കെ ഉണ്ട്. എന്തായാലും നോക്കുമ്പോൾ ഇവിടെ ഒരു ആർസലുണ്ട്. ആർസൽ പൊട്ടിച്ചിട്ട് വേറെ നല്ലൊരു കണ്ണ് കിട്ടുമല്ലോ വിചാരിച്ച് ഞാൻ ആർസലങ്ങ് പൊട്ടിച്ച്. ഞാൻ ഫ്രീസറാണ് ഞാൻ നോക്കുമ്പോൾ ഗ്രോസ് ഉണ്ട്. പിന്നെ നമ്മുടെ MP5 ഉണ്ട്. MP5 അങ്ങ് എടുക്കാൻ നോക്കുമ്പോൾ പക്ഷേ ലെവൽ 3 അല്ല. പിന്നെ അപ്പുറത്താണ് ഈ വിൻചെസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ SP മാറ്റി വിൻചെസ്റ്റർ എടുത്തു. വിൻചെസ്റ്റർ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നോക്കുമ്പോൾ പിന്നെ ഗ്രോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഗ്രോസ് പിന്നെ ഇൻഫിനിറ്റി ആണ്. തോക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ല. ബുയി അടിച്ചില്ലെങ്കിലും 10 കില്ല് എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ പോയി ഗൈസ്. നോക്കുമ്പോൾ ഗൈസ് 12 ലൈവിലേക്കൊക്കെ കളി പോയേ. 8 കില്ലും കാര്യങ്ങളും ആയിട്ടുമുണ്ട് ഗൈസ്. അപ്പോൾ തന്നെ ഗൈസ് നമ്മൾ ഫൈനൽ ഫൈറ്റ് 10 ലൈവിലേക്ക് പോയി. ഈ 9 പേരും കൂടെ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു എനിമി അവൻ റിയൽ പ്ലെയറാണെന്ന് അപ്പം തന്നെ മനസ്സിലാകും. ഗ്ലൂ വാൾ ഞാനൊരു ഗ്ലൂ വാളങ്ങ് ഇട്ട് അവിടെ തന്നെ ഉണ്ട്. അവനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊല്ലണം. അവൻ റിയൽ പ്ലെയറാണെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ നീച്ചസ് വെച്ച് കുത്തിപ്പിടിച്ച ഗ്ലൂ വാൾ എങ്ങനെയും പൊട്ടിക്കാന്ന് വിചാരിച്ച്. ഡ്രോൺ ഉള്ളതുകൊണ്ടും കൂടി എനിക്ക് അവനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സാധനം അടങ്ങിയിട്ടുണ്ട്. ഒരടി അങ്ങ് കൊടുത്തു. പക്ഷേ ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെ ഇറങ്ങണം. പിന്നെ നമ്മുടെ ഈ സാധനം ഇല്ല അതങ്ങ് അറിയാം. അവിടെ നമുക്ക് തന്നെ പണിയായിട്ട് ഞാൻ അറിയാതെ എൻ്റെ അടുത്തേക്ക് മിസ് അവനവിടെ അവനവിടേക്ക് പോയി. ചാർജ് ബാക്കിൽ നിന്ന് അടിക്കും. ചുറ്റും ബാക്കിൽ നിന്ന് അടിക്കേണ്ടിയിരുന്നു. ബോട്ടാണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഒരു ഗോളിട്ട് മെഡ് മീൻസ് ഡ്രോണങ്ങ് അടിച്ചപ്പോൾ ആരും അവനങ്ങ് കൊന്നിട്ടുണ്ട്. അവൻ ആരാണ് കൊന്നതെന്ന് അറിയില്ല. ഞാൻ പിന്നെ അവനാണോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ സൈഡിലൊരു ബോട്ട്. ഞാൻ ഇപ്പം ചാവുന്ന ഇരിക്കായിരുന്നു. എൻ്റെ പൊന്നോ നമ്മൾ മെഡടിച്ചങ്ങ് തീർത്ത് നമ്മുടെ ലൈഫൊക്കെ ഫുള്ളാക്കി. ഞാൻ റിപ്പയറൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എനിമീനെയും കാണാനുള്ള ഇവനെ ഒരു കൊന്നാണെങ്കിൽ 10 കിലോ ആവും. ബുയ അടിക്കില്ല. 2 ഉണ്ട്. കുഴപ്പമില്ല. ഞാൻ റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണം. അവന് പുറത്തിറങ്ങണേ ഇല്ല. അവനെ ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണേ. എന്താണോ ഞാൻ ഗ്ലൂവാളിങ്ങനെ പൊട്ടിക്കാന്ന് എൻ്റെ ആ ഒരു ഞാൻ പിന്നെ അവൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാന്ന്. റഷ് മീൻസ് കുറച്ച് ദൂരത്തേക്ക് പോയി ഞാൻ അവൻ്റെ മേത്തേക്ക് അതങ്ങനെ എറിഞ്ഞ് കറക്റ്റ് അവൻ്റെ മേത്തേക്ക് ഞാൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ഏതൊരു എനിമി അടിച്ച് അവനെ കൊല്ലാമെന്ന് വിചാരിച്ചു. അവനെ കാണുന്നില്ല.
അവനെ കൊല്ലാൻ പറ്റിയില്ല. നല്ലൊരു അടിക്കണം. ഞാനിപ്പോൾ നമ്മുടെ 10 ഇത് ചാലഞ്ച് അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബുയ്യ അടിക്കണം. അതാണ് അടുത്ത ചാലഞ്ച്. അതൊരു ചാലഞ്ച് അല്ലെങ്കിൽ നമുക്ക് ബുയ്യ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ ബുയ്യ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും പറയാനില്ല. എന്തായാലും ചാലഞ്ച് ജയിച്ചിട്ടുണ്ട്. ഗോൾഡ് 3 കാര്യങ്ങളൊക്കെ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കുമ്പോൾ മെഡും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ്. ഞാനപ്പോഴേക്കും ആ ഗ്ലൂവാൾ പൊട്ടിക്കുന്ന സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. പുറത്തേക്ക് അടിക്കില്ല. അവരോട് പിടിച്ചവനാൽ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. 11 ഹില്ല് 11 ഹില്ല് നമ്മൾ പുളി അടിച്ച് നമുക്ക് എത്ര കിട്ടി നോക്കുമ്പോൾ ഗോൾഡ് 4 ആണ്. എത്ര പോയിന്റ്സാണ് കിട്ടിയെന്നൊക്കെ ഓർമ്മ. എൻ്റെ പൊന്നു ഗൈസ്, നമ്മൾ ഗോൾഡ് 3 ആണെന്ന് വിചാരിച്ച് നമ്മൾ ഗോൾഡ് 4 ആയി ഗൈസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ബട്ട് അത് ഗൈസ് അപ്പോൾ നാളെ കാണാം.